ഈശോയിൽ സ്നേഹമുള്ളവരെ, ഫെബ്രുവരി 25 ഐവറോണിലെ ദൈവമാതാവ്. പരിശുദ്ധ അമ്മയോട് അനുദിനം നമ്മൾ നമ്മുടെ വേദനകളും നമ്മുടെ പ്രാർത്ഥനകളും ചേർത്ത് വെക്കുമ്പോൾ പരിശുദ്ധ മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. 829-842 കാലഘട്ടത്തിൽ തിയോഫിലസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് പട്ടാളക്കാർ ബൈസാൻഡിയൻ ചക്രവർത്തിയെ കൊള്ളയടിക്കുകയും വിഗ്രഹാരാധന നടത്തുന്നുവെന്ന് ആരോപിച്ച് ഒളിപ്പിച്ചിരുന്ന രൂപങ്ങൾ കണ്ടെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു. നിക്കായ്ക്കടുത്ത് ഒരു ഭക്തയായ വിധവ ഒളിപ്പിച്ചു വെച്ചിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രൂപം പട്ടാളക്കാരിൽ ഒരാൾ കുന്തം കൊണ്ട് കുത്തി ദൈവമാതാവിൻ്റെ മുഖത്തുണ്ടായ മുറിവിൽ നിന്നും രക്തമൊഴുകുവാൻ തുടങ്ങി. രാത്രി മുഴുവൻ നീണ്ട തീവ്രമായ ജാഗ്രത പ്രാർത്ഥനയ്ക്ക് ശേഷം വിധവ ദൈവദർശനപ്രകാരം ഈ രൂപം കടലിലേക്ക് എറിഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം ഐവറോണിലെ ഒരു സന്യാസി വിളക്കുമാടത്തിലെ വെളിച്ചത്തിൽ കടലിൽ ഒരു രൂപം ഒഴുകി നടക്കുന്നത് കണ്ടു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ സന്യാസിമാർക്കൊരു പ്രചോദനമുണ്ടാവുകയും ഗബ്രിയേൽ എന്ന പേരായ ജോർജിയൻ സന്യാസിയെ കടലിലേക്ക് അയക്കുകയും അദ്ദേഹം വെള്ളത്തിന് മുകളിലൂടെ നടന്ന് ആ രൂപം പിടിച്ചെടുക്കുകയും ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് കൊടുക്കാം. ഏതെങ്കിലും വളരെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗം മനസ്സിലുണ്ടെങ്കിൽ അത് പ്രത്യേകമായ രീതിയിൽ അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ എന്നുള്ള പ്രാർത്ഥനയോടെ മാതാവിന് നമുക്ക് സമർപ്പിക്കാം. ഈശോയിലൂടെ വലിയ അത്ഭുതം നടക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത അതിന് ശക്തിയേകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.